പടിഞ്ഞാറൻ ബംഗാൾ കത്തുകയാണ്. ഏതാണ്ട് വിഭജന കാലത്തെ ഓർമ്മിപ്പിക്കും വിധം രൂക്ഷമാണ് ബംഗാളിലെ വർഗീയ കലാപങ്ങൾ. CPM ഭരിച്ച 3 പതിറ്റാണ്ടിലേറെ ബംഗാളിൽ സാമുദായിക സംഘർഷം ഇല്ലായിരുന്നു. അന്നൊന്നും കാണാത്ത കലാപങ്ങൾക്കാണ് വങ്കനാട് സാക്ഷ്യം വഹിക്കുന്നത്. ന്യൂനപക്ഷ വർഗീയതയെയും ഭൂരിപക്ഷ വർഗീയതയെയും താലോലിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വർഗീയ രാഷ്ട്രീയത്തിന്റെ അനിവാര്യമായ ദുരന്തമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. വഖഫ് ഭേദഗതി നിയമത്തിനെതിരായ പ്രതിഷേധം അക്രമാസക്തമായതിന്റെ മറവിൽ ബംഗാളിൽ വർഗീയ ധ്രുവീകരണം ആയുധമാക്കുന്നത് വർഗീയവാദികൾ മാത്രമല്ല, വോട്ട് ബാങ്ക് രാഷ്ട്രീയം ആയുധമാക്കുന്ന തൃണമൂൽ കോൺഗ്രസും BJPയുമുണ്ട്. സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും അത്യന്തം അപകടകരമായ കിംവദന്തികൾ പ്രചരിപ്പിക്കുന്നു. പരസ്പരം വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും പ്രചണ്ഡമായ പ്രചാരണം. പോലീസും ഭരണകൂടവും കാഴ്ചക്കാരായി നിന്ന് അക്രമികൾക്ക് അഴിഞ്ഞാടാൻ അവസരമൊരുക്കുന്നു. ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ പാക് വിഭജന കാലത്ത് എങ്ങനെയാണോ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചത്, അതിന്റെ മറ്റൊരു സാമ്പിൾ. എന്തുകൊണ്ട് ഇടതുപക്ഷ സർക്കാരിനെ താഴെയിറക്കാൻ ഈ വർഗീയവാദികളും തീവ്ര ഇടതുപക്ഷ വേഷക്കാരും കൈകോർത്തുവെന്നതിന്റെ ഉത്തരം കൂടിയാണ് ഇപ്പോൾ കാണുന്നത്. ഇടതുപക്ഷ ഭരണകാലയളവിൽ വർഗീയവാദികൾക്ക് പത്തി വിടർത്താനും നേരിയ സംഘർഷം പോലും സൃഷ്ടിക്കാനും സാധിച്ചില്ല. അതുകൊണ്ടാണല്ലോ ആ സർക്കാരിനെ താഴെയിറക്കാൻ ഇക്കൂട്ടരെല്ലാം ഒന്നിച്ചത്. ഇപ്പോൾ ഭൂരിപക്ഷ വർഗീയതയ്ക്കെതിരെയെന്ന് അവകാശപ്പെടുന്ന മമതാ ബാനർജി അതേ BJPയുമായി സഖ്യമുണ്ടാക്കിയാണ് അധികാരത്തിലെത്തിയത്. ഒരവസരത്തിൽ NDA മന്ത്രിസഭയിൽ കയറാൻ പോലും തൃണമൂൽ മടിച്ചില്ല. ഇപ്പോൾ കേരളത്തിൽ കാണും പോലെ SUCI ഉൾപ്പെടെയുള്ള ഇടതുവേഷക്കാരും ഈ മഴവിൽ സഖ്യത്തിനൊപ്പം നിന്നു. സകല ചണ്ടിഭണ്ഡാരങ്ങളും ചേർന്നുണ്ടായ അവിശുദ്ധ സഖ്യത്തിന്റെ ദുരന്ത ഭരണമാണ് ബംഗാളിൽ സാമുദായിക സൗഹാർദ്ദത്തിൽ ആഴത്തിൽ വെട്ടിമുറിവേൽപ്പിച്ചിരിക്കുന്നത്. വഖഫ് വിഷയത്തിൽ കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമി സൃഷ്ടിക്കാൻ നോക്കിയ വർഗീയ ചേരിതിരിവ് ഇല്ലാതാക്കിയത് സംസ്ഥാന സർക്കാരും ഇടതുപക്ഷവുമാണ്. ഇടതുപക്ഷത്തിന്റെ ഈ കരുത്താണ് കേരളത്തിന്റെ മതനിരപേക്ഷതയുടെയും സാമുദായിക സൗഹാർദ്ദത്തിന്റെയും കരുത്ത്. ആ കരുത്ത് ചോർന്നതാണ് ബംഗാളിന്റെ ദുഃഖം.